ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഹിന്ദി സൂത്രയിലോട്ട് സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററായ ഹാത്തിയോം കി രഹ്ഗുസറാണ് കേട്ടോ. അതിനു മുന്നേ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താ? ഹാത്തിയോം കെ രഹ്ഗുസർ. എന്നോടൊപ്പം വായിച്ചേ, രഹ്ഗുസർ. ഗായാണ് കേട്ടോ ഇത്, ഗ. ഓക്കെ, രഹ്ഗുസർ. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ദ എലിഫൻറ്റ്സ് പാത്ത്. ആനകളുടെ പാത, ആനകളുടെ വഴിയോരം, ആനകളുടെ വഴി എന്നൊക്കെ നമുക്ക് പറയാം. മക്കളെ, അതിനു മുന്നേ നമ്മൾ 3 കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം, ഇത് കിസ് തരഹ്കി രചന ഹെ, ഏത് തരത്തിലുള്ള രചനയാണെന്ന് നോക്കണം. ആ രചന എഴുതിയ ആളാരാണെന്ന് നോക്കണം. അതുപോലെ തന്നെ ആ രചനയുടെ പേരെന്താണെന്ന് നോക്കുക. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കിസ് തരഹ്കി രചന ഹെ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഘടനാവർണ്ണൻ. ഘടനാവർണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റിനെ വിവരിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള വിവരണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രചനാ നാം ക്യാ ഹെ? ഹാത്തിയോം കി രഹ്ഗുസർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രചനാകാർ കോൺ ഹെ? യാദവേന്ദ്ര. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യം കിട്ടി. അപ്പോൾ നമുക്കിനി ചാപ്റ്ററിലോട്ട് പോകാം. നോക്കിക്കേ. കേരൾ और तमिलनाडु की सीमा पर बसे जंगल की बात है. കേരള ഓർ തമിഴ്നാടു കി സീമ പർ എന്ന് വെച്ചാൽ കേരളയിലെയും തമിഴ്നാടിൻ്റെയും സീമ, ബോർഡർ, ആ അതിർത്തി, ആ ഭാഗത്തായിട്ട് നടന്ന ആ ഒരു ജംഗൽ എന്ന് പറഞ്ഞ കാട്, അവിടെ നടന്ന ഒരു കാര്യമാണ്. एक हथिनी अपने 2 बच्चों के साथ सड़क पार कर रही थी. एक हथिनी. ഹത്തിനി എന്ന് പറഞ്ഞാൽ പിടിയാന. ഓക്കെ, ഹാത്തി എന്ന് പറഞ്ഞാൽ ആന. ഹത്തിനി, പിടിയാന. അപ്പോൾ ഹാത്തി പുല്ലിംഗമാണ്, ഹത്തിനി സ്ത്രീലിംഗം. അങ്ങനെയും ചോദിക്കാം അല്ലേ, വൺ വേർഡായിട്ട് ചോദിക്കാം. ഹത്തിനി, ഹാത്തിയുടെ സ്ത്രീലിംഗമാണ് ഹത്തിനി. ഹാത്തി ആന, ഹത്തിനി പിടിയാന, പെണ്ണാന എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പിടിയാന അപ്നെ 2 ബച്ചോം കെ സാത്ത്. അപ്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ, 2 ബച്ചോം കെ സാത്ത് 2 കുട്ടികളോടൊപ്പം സടക് പാർ കർ രഹി ഥി, റോഡ് മുറിച്ചു കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു പിടിയാനയുടെ 2 കുട്ടികളുമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. സൈക്കിൾ സെ ഷഹർ ജാ രഹേ എക് യുവകനെ ഇസ്കാ വീഡിയോ ബനാ ലിയാ. സൈക്കിൾസെ എന്താ? സൈക്കിളിലൂടെ. ഷഹർ ജാ രഹ, അതായത് ഗ്രാമത്തിലോട്ട്, ഷഹർ പട്ടണം, വില്ലേജ് എന്നൊക്കെ പറയാം, വില്ലേജിലോട്ട് പോകുന്ന എക് യുവകിനെ, ഒരു യുവാവാണ്, ഇസ്ക വീഡിയോ ബനാലിയ, ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തത്. എന്താ? ഈ ഒരു ആന തൻ്റെ 2 കുട്ടികളുമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു വീഡിയോ. ഓക്കെ, കുച്ച് മഹീനോ പഹലെ, കുറച്ചു മാസങ്ങൾക്ക് മുന്നേ, മഹീനോ മാസങ്ങൾ, കുറച്ചു മാസങ്ങൾക്ക് മുന്നേ വീഡിയോ ഖൂബ് ഫൈല, ഈ വീഡിയോ ഒത്തിരി ഇങ്ങനെ വ്യാപിച്ചു, അതായത് വൈറലായി. ഈ വീഡിയോ ഒത്തിരി ആൾക്കാരിലേക്ക് എത്തി, അത്രയേ ഉള്ളൂ. ऐसा नहीं कि हाथी और उसके बच्चों ने पहली बार कोई सड़क पार की हो. അതായത് എന്താണ്? ഹാത്തി ഓർ ഉസ്കെ ബച്ചോംനെ, ഈ ആനയും അതിൻ്റെ കുട്ടികളും ആദ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നു, ആ ഒരു പേരിലല്ല അത് വൈറലായത് അല്ലേ. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കിങ്ങനെ പറയാം, ഒരു ആന മക്കളുമായിട്ട് ക്രോസ് ചെയ്യുന്നു, അങ്ങനെയല്ല ഇത് വൈറലായത്. പിന്നെയോ, യഹാം ഹാസ് ധ, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഘാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എക് ബച്ചേക്ക ബഹുത് ചോട്ടാ ഹോന, ഒരു കുട്ടി വളരെ കുഞ്ഞാണ്. ചോട്ട എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ കാര്യം പറയുകയാണ്. എന്താ കാര്യം നോക്കാം. എന്താ കാര്യം? സടക്ക് ഓർ ജംഗൽ കെ ബീച്ച് ഡിവൈഡർ ബനാ ഥ. സടക്ക് ഓർ ജംഗൽ കെ ബീച്ച്. സടക്ക് എന്ന് പറഞ്ഞാൽ എന്താ? റോഡ്. റോഡിനും ജംഗൽ, കാടിനും, കെ ബീച്ച്, ഇടയിലായിട്ട് ഡിവൈഡർ ബനാഥ, ഒരു ഡിവൈഡർ ഉണ്ട്. ഇതാ ഈ ഫോട്ടോയിൽ നമ്മൾ കാണുന്ന പോലെ കണ്ടോ, റോഡും കാടുമായിട്ട് അതിൻ്റെ ആ സൈഡിലായിട്ട് ഒരു ഡിവൈഡർ ഉണ്ട്. അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈഡർ ഥ. ചോട്ടേക്ക് ഊഞ്ചായി ഡിവൈഡർ ജിത്തിനെ ഹി തി. പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യം, എന്താ? ഈ ആനയ്ക്ക് 2 ആനക്കുട്ടികളുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു ആനക്കുട്ടി എന്താണ്? വളരെ ചെറുതാണ്. അതിൻ്റെ ഉയരമെന്ന് പറയുന്നത് ഡിവൈഡർ ജിത്തിനി ഹീതി, ഡിവൈഡർ എത്രയാണോ അത്രയേ ഉള്ളൂ അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അത്രയ്ക്ക് കുഞ്ഞാണെന്നാണ് പറയുന്നത് അല്ലേ. ആ ഡിവൈഡറിൻ്റെ അത്ര പൊക്കേ ഉള്ളൂ. ഓക്കെ, हथिनी और उसका बड़ा बच्चा आसानी से डिवाइडर पार कर गया.
രണ്ടുപേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഏറ്റവും ചെറുതാണ് ഭയങ്കരമായിട്ടുള്ള ചോട്ട. അപ്പോൾ അതിന് ഡിവൈഡർ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹത്തിനി ഓർ ഉസ്ക ബഡാ ബച്ച, ഈ ഹത്തിനി ഈ ആനയും അതിൻ്റെ ബഡാ ബച്ച വലിയ കുട്ടിയും ആസാനീസെ എളുപ്പത്തിൽ, ആസാനീസെ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് ചെയ്തു, ഡിവൈഡർ പാർ കർ ഗയ, ഡിവൈഡർ ക്രോസ് ചെയ്തു. പർ ഛോട്ട ഇധർ ഹി രഹ് ഗയ, പക്ഷേ ചോട്ട നമ്മുടെ കുഞ്ഞാനക്കുട്ടി എന്ത് ചെയ്തു, അവിടെ തന്നെ നിന്ന് പോയി. കാരണം എന്താ, അതിനെ ക്രോസ് ചെയ്ത് വരാനായിട്ട് പറ്റിയില്ല. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, എന്താ അതിൻ്റെ അത്ര ഹൈറ്റ് ഉള്ളൂ അല്ലേ, അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രോസ് ചെയ്ത് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാംകോ അന്തേഷാധ, അമ്മയ്ക്ക് ഒരു ടെൻഷനും പേടിയും, അമ്മയ്ക്ക് ഒരു എന്താ ഒരു അന്തേഷ എന്ന് പറഞ്ഞാൽ പേടി ഉണ്ടാവുക, ഒരു വെപ്രാളം, ഒരു സങ്കടം, അങ്ങനത്തെ ഒരു വികാരമില്ലേ, അതാ. പെട്ടെന്നല്ലേ ആ കുഞ്ഞാനയ്ക്ക് വരാൻ പറ്റില്ല, അപ്പോൾ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാവാം. ഇസലിയെ അതുകൊണ്ട് വോ ജംഗൽ മേ നാ ജാക്കർ, അതുകൊണ്ട് ഇവരെന്ത് ചെയ്തില്ല, ഈ അമ്മയും ഈ ബഡ ബച്ച ജംഗൽ നാ ജാക്കർ കാട്ടിലോട്ട് പോയില്ല. പകരം എന്ത് ചെയ്തു, സടക്കി തരഫ് മുഹ് കർക്കെ ഉസെ ദേഖ്നെ ലഗെ, തിരിഞ്ഞു നോക്കി അതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ ചെറിയ ആനക്കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം എന്താ, ആനക്കുട്ടി ഡിവൈഡർ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ബച്ചേസെ ഡിവൈഡർ പാർ നഹി ഹോ രഹാ താ, കണ്ടോ, കുട്ടി എന്ത് ചെയ്തില്ല, ഡിവൈഡർ ക്രോസ് ചെയ്ത് വന്നില്ല. വലൗട്ടി ഓർ डिवाइडर के पास जाकर बच्चे को सूंड से सहारा दिया, എന്താ ഡിവൈഡർ കെ പാസ് ജാക്കർ, അപ്പോൾ ഈ അമ്മ ഉണ്ടല്ലോ, അമ്മ എന്ത് ചെയ്തു, ഡിവൈഡറിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് സൂണ്ടെന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ, ആനയുടെ ആ തുമ്പിക്കൈ കൊണ്ടിട്ട് സഹാര ദിയ, സഹായം കൊടുത്തു. അതായത് ഇങ്ങനെ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, കണ്ട, സഹായം കൊടുക്കുന്ന പോലെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, തുമ്പിക്കൈ വെച്ചിട്ട് ആ കുഞ്ഞിന് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലേ, അപ്പോൾ പുറത്തോട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. ബച്ചേക്ക് പീച്ചേസെ, കുഞ്ഞിൻ്റെ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ ധകേൽത്തെ ഹുയെ ദീവാർ പർ ചടായ, തള്ളിക്കൊണ്ട് ഇങ്ങനെ ആ ഒരു ഡിവൈഡറിൻ്റെ മുകളിലേക്ക് കയറ്റി, അമ്മ സപ്പോർട്ട് ചെയ്ത് കയറ്റി. തബ് ജാക്കർ വോ ഡിവൈഡർ പാർ കർ സക, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി, ആ ഡിവൈഡർ അതിനെ ക്രോസ് ചെയ്യാനായിട്ട് പറ്റി. എന്നിട്ടാണ് ഫിർ വേ തീനോൻ ജംഗൽ മീൻ ചലായകയെ, എന്നിട്ട് അവർ 3 പേരും കൂടിയായിരുന്നു ജംഗലിലോട്ട്, കാട്ടിലോട്ട് പോയത്. അപ്പോൾ ഒരു കുഞ്ഞാന അല്ലേ, കുട്ടിയാനയ്ക്ക് വരാനായിട്ട് പറ്റാത്തപ്പോൾ എന്താ ചെയ്തത്, അമ്മ അവിടെ തന്നെ നിന്നിട്ട് ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് 2 പേരും കൂടെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോയി, എന്നിട്ട് സഹായിച്ചു. അവർ 3 പേരും കൂടിയായിരുന്നു കാട്ടിലോട്ട് തിരിച്ചു പോയത്. ഇസ് കാം, ഈ ഒരു ജോലി, അതായത് ഈ ഒരു പ്രവൃത്തി 15-20 മിനിറ്റിലേക്ക്, 15 എന്ന് വെച്ചാൽ 15, 20 എന്ന് പറഞ്ഞാൽ 20, 20, അപ്പോൾ ഏകദേശം 15-20 മിനിറ്റോളം ഇത് ഇങ്ങനെ ഈ ടൈം എടുത്തു. തബ് തക്, അതുവരെ സടക്ക് കെ ദോനോ और गाड़ियों रोके लोग खड़े रहे, അതായത് സടക്ക് ദോനോ ഓർ ഗാഡിയോം റോക്കെ ലോ ഖടേ തെ, ഇത് ഇങ്ങനെ നടക്കുന്ന അത്രയും സമയം സടക്ക് ദോനോമോർ, ഈ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് വണ്ടികളുണ്ടല്ലോ, ആ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ട് ആൾക്കാർ അവിടെ തന്നെ നിന്നു. ഈ ഒരു പ്രവൃത്തി തീരുന്നവരെ ആൾക്കാർ ക്ഷമയോടെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇസ് പ്രേം ഭരി കോശിഷ് കോ ധീരജ് കെ സാത്ത് നിഹാർത്തെ രഹെ, ഇസ് പ്രേം ഭരി, ഈ ഒരു സ്നേഹനിർഭരമായിട്ടുള്ള പ്രവൃത്തി, കോശിഷ് എന്ന് പറഞ്ഞാൽ ശ്രമം, പരിശ്രമം, അമ്മയുടെ ഈ ഒരു പ്രവൃത്തി, സ്നേഹപൂർണ്ണമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി എല്ലാവരും വളരെ ധൈര്യത്തോടെ തന്നെ നോക്കി നിന്നു. നിഹാർത്തെ രഹ എന്ന് വെച്ചാൽ എന്താ, നോക്കി നിൽക്കുക. അമ്മയല്ല, ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഹാത്തിയോം സെ ജുഡി ഏക് ഓർ ഘടന യാദ് ആ രഹി ഹെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇൻസിഡൻ്റല്ലേ എഴുതിയിട്ടുള്ളത്, അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റും കൂടി ഓർമ്മ വന്നു. ഹാത്യോം സെ ജുഡി, അതായത് ആനകളുമായിട്ട് ബന്ധപ്പെട്ട്, ഏക് ഓർ ഘടന എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ്, ഒരു സംഭവം കൂടി യാദ് ആ രഹി ഹെ, ഓർമ്മയിലുണ്ട്. കൊയ് 10 സാൽ പഹലെ, ഏതാ 10 സാൽ പഹലെ, 10 വർഷം മുന്നേ ആണ് കേട്ടോ ഓർമ്മ വന്നത്. 10 വർഷം മുന്നേ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. 10 വർഷം മുന്നേ ഹം രാജാജി ഫോറസ്റ്റ് റിസർവ് കെ चीला रेंज से होते हुए ऋषिकेश से हरिद्वार की तरफ लौट रहे थे. രാജാജി ഫോറസ്റ്റ് റിസർവ് ആണ്. അപ്പോൾ ആ ഒരു വനത്തിലൂടെ എവിടേക്കാ, ഋഷികേശിൽ നിന്നും ഹരിദ്വാർ കി തരഫ്,
ഋഷികേശ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ടും ഹരിദ്വാറിലോട്ട് ഇങ്ങനെ മടങ്ങി പോകുന്ന സമയമായിരുന്നു. ഏത് ഫോറസ്റ്റിൽ കൂടെയാണ് പോയത്? രാജാജി ഫോറസ്റ്റ് റിസർവ്. ഓക്കെ, വായിച്ചത് രാജാജി. ഓക്കെ, അപ്പോൾ അതുവഴി ഇങ്ങനെ ഋഷികേശിൽ നിന്നും ഹരിദ്വാറിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഷാം കാ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയമാണ്. എക് ജഗ് പതലി സി പഹാടി നദി സടക്ക് കോ പാർ കർത്തി ഥി. അതായത് അപ്പോഴത്തേക്കും ഒരു സ്ഥലത്തായിട്ട് പത്ലി സി പഹാടി നദി എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ ഒരു കുഞ്ഞു നദി ഇങ്ങനെ ആ റോഡിൽ വഴി ഇങ്ങനെ ഒഴുകുമായിരുന്നു. വഹാം നദിക്ക് ദോനോം തരഫ് ലിഖാ ഹുവാ ഥാ. അവിടെ ആ നദിയുടെ രണ്ട് സൈഡിലും ഒരു സൂചനാ ബോർഡ് പോലെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. ലിഖാ ഹുവ എഴുതി വച്ചിട്ടുണ്ട്. എന്താ? യ ഹാത്തിയോം കെ സടക് പാർ കർനെ കി ജഗഹ് ഹെ. ഇത് ഹാത്തിയോം ആനകളുടെ സടക്ക് പാർ കർനേക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള ജഗഹ് ഹെ സ്ഥലമാണ്. ഇത് എന്തിനുള്ള പ്ലേസാണ്? ഇതുവഴി ആനകൾ പോകുന്നത് പ്ലേസാണ് എന്നിങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. യദി ഒരു പക്ഷേ ആപ്കോ നിങ്ങൾക്ക് ഹാത്തി ദിഖായി ദേത്തോ രുക് ജായേ. നിങ്ങൾ ഒരു പക്ഷേ ആനയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ നിൽക്കണം. രുക് ജായേ നിൽക്കുക. ഇതെന്താണ്? ആ സൂചനാ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതുവഴി ആനകൾ പോകുന്നതാണ്. നിങ്ങൾ ആനകളെ കണ്ടാൽ നിങ്ങൾ അവിടെ നിൽക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഹാത്തിയോങ്കോ സടക് പാർ കർനെ ദേ. ആനകളെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അനുവദിക്കുക. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ഇത്രയും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം എന്താ? എപ്പോഴും ആനകൾ പോകുന്നതാണ്. ഒരു അവയർനെസ് ആൾക്കാർക്ക് കൊടുത്തതാണ്. അങ്ങനെ എങ്ങാനും നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുക, ആനയെ പോകാനായിട്ട് അനുവദിക്കുക. ലേക്കിൻ അബ് തക് ഹാത്തിയോങ്കോ വഹാം സെ ഗുസർദ നഹീം ദേഖാത്ത. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു സൂചനാ ബോർഡ് ഉണ്ടെങ്കിൽ പോലും അബ് തക് ഇന്നേ വരെ ഹാത്തിയോങ്കോ വഹാം സെ ഗുസർദ നഹീം ദേഖാത്ത. ഞാൻ ആനകൾ അതുവഴി ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ എടുക്കുമ്പോൾ തന്നെ ലെങ്ത് ആയിട്ട് പോകും. അപ്പോൾ അടുത്ത പാർട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം കേട്ടോ. കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക്